തൊട്ടറിഞ്ഞ മരണം. ആ ദിവസം അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാതെ പുലർച്ചെ ഉണർന്ന് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. രാവിലെ മുറി തുറന്ന് അച്ഛൻ്റെ അടുത്തെത്തി. മൂത്രത്തിൻ്റെ രൂക്ഷഗന്ധത്തിനൊപ്പം അപരിചിതമായ മറ്റൊരു മണവും തങ്ങി നിന്നിരുന്നു. റാമിനെ തട്ടി വിളിക്കുമ്പോൾ തലേ ദിവസത്തെ മദ്യത്തിൻ്റെ ലഹരി വിട്ടിറങ്ങാത്ത മുഖവുമായി റാം എഴുന്നേറ്റ് വന്നു. അച്ഛനെ കുളിപ്പിക്കാനായി പുറത്ത് കസേരയിൽ ചാരിയിരുത്തി. ഒട്ടും വഴങ്ങാത്ത ആ ശരീരത്തെ ഞാൻ മുറുക്കെ പിടിച്ചു. അച്ഛൻ്റെ ശരീരം തണുത്തിരുന്നു. ഞാൻ കയ്യിലെ പൾസ് പിടിച്ചു നോക്കി. നേർത്ത മിടിപ്പ് അനുഭവപ്പെട്ടു. ഞാനും റാമും ചേർന്ന് അച്ഛനെ കുളിപ്പിച്ച് ശരീരം തോർത്തി ഉടുത്തിരുന്ന മുണ്ട് മാറ്റി മറ്റൊരു കസേരയിലേക്ക് ചാരിയിരുത്തി. അച്ഛൻ്റെ കൈകളിൽ ഇറുക്കി പിടിച്ചു. പിന്നീട് അത് മെല്ലെ അയഞ്ഞു തുടങ്ങി. എൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണമെടുത്ത് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ വാ തുറക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളവും ഗ്ലാസും ചുണ്ടോട് ചേർത്തപ്പോൾ വായുടെ ഇരുകോണുകളിൽ നിന്നും വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇറുകിയടച്ചിരിക്കുന്ന അച്ഛൻ്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കൺപോളകൾക്ക് മുകളിലെ തൊലി അടർന്ന് അരികിലേക്ക് മാറി. ഭയന്ന് നിലവിളിച്ചു. അപ്പുറത്തു നിന്നും ചിറ്റപ്പനും ആൻറ്റിയും വന്നു. അവർ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അതിനോടകം അച്ഛൻ മരണപ്പെട്ടിരുന്നു. അറിയുന്ന രണ്ടാമത്തെ മരണമായിരുന്നു അത്. മരണത്തിന് തൊട്ടു മുമ്പ് മുറുകെ പിടിച്ച ആ കൈവിരലുകൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ എന്ന വേദന എന്നിൽ നിറഞ്ഞു. കുട്ടിയമ്മയുടെ അവസാന നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. പിന്നീട് മരണവീടിൻ്റെ വീർത്ത നിശബ്ദതയുടെ കനം അവിടെ ഉരുണ്ടുകൂടി. ആളുകളും ബന്ധുക്കളും നിലവിളി ശബ്ദവും നിറഞ്ഞ അന്തരീക്ഷം. ശ്വാസം മുട്ടി. മണിക്കൂറുകൾ എന്നത് മാറ്റി മിനിറ്റുകൾ ഇടവിട്ട് ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടി വന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കൾ പിരിയുമ്പോൾ എന്തെന്നില്ലാത്ത അമർത്തിവെച്ച സങ്കടങ്ങൾ എന്നിൽ നിന്നും അണവൊട്ടിയൊഴുകി. ഈ ഭൂമിയിലെ ദുഃഖങ്ങളെല്ലാം നെഞ്ചിൽ കെട്ടിക്കിടക്കുന്നതായി തോന്നി. മുറി അടച്ചിട്ട് അലറിക്കരഞ്ഞു. 2 മരണങ്ങളുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞിനെയും അടക്കിപ്പിടിച്ച് അവർക്ക് പിന്നാലെ പോകാൻ മനസ്സ് കുതിച്ചു.